എല്ലാവർക്കും നമസ്കാരം. മിക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. പോളണ്ടിനെ സമനിലയിൽ തളച്ച് ഫ്രാൻസ് പ്രീ ക്വാർട്ടറിൽ. യൂറോ കപ്പ് 2024 ഗ്രൂപ്പ് ഡിയിൽ നിന്ന് പ്രീ ക്വാർട്ടർ ഉറപ്പിക്കുന്ന രണ്ടാമത്തെ ടീമായി മാറിയിരിക്കുകയാണ് കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസ്. പോളണ്ടിനെതിരെ 1-1 സമനില നേടിയതോടെയാണ് ഗ്രൂപ്പ് ഡിയിൽ അവസാന ലീഗ് പോരാട്ടത്തിൽ ഫ്രാൻസ് പ്രീ ക്വാർട്ടർ ഉറപ്പിച്ചത്. 56-ാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ കിലിയൻ എംബാപ്പയായിരുന്നു ഫ്രാൻസിൻ്റെ ഗോൾ നേടിയതെങ്കിൽ 79-ാം മിനിറ്റിൽ മറ്റൊരു പെനാൽറ്റിയിലൂടെ റോബർട്ടോ ലെവൻഡോവ്സ്കിയാണ് പോളണ്ടിൻ്റെ സമനില ഗോൾ നേടിയത്. അപ്പോൾ മത്സരഫലം സമനിലയായതോടുകൂടി പോളണ്ട് പ്രീ ക്വാർട്ടർ കാണാതെ പുറത്തായിട്ടുണ്ട്. കളിച്ച 3 മത്സരങ്ങളിൽ 1 പോയിന്റ് മാത്രമാണ് പോളണ്ടിന് നേടാൻ സാധിച്ചത്. കളിച്ച 3 മത്സരങ്ങളിൽ 1 വിജയവും 2 സമനിലയും ഉൾപ്പെടെ 5 പോയിന്റുമായിട്ടാണ് ഫ്രാൻസ് ഗ്രൂപ്പ് ഡിയിലെ 2ാം സ്ഥാനക്കാരായിട്ടാണ് കിലിയൻ എംബാപ്പയുടെ സംഘം യൂറോ കപ്പിൻ്റെ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറിയിട്ടുള്ളത്. മറ്റൊരു മത്സരത്തിൽ നെതർലാൻഡ്സിനെതിരെ ഓസ്ട്രിയ ജയിച്ചിട്ടുണ്ട്. 2-നെതിരെ 3 ഗോളുകൾക്കായിരുന്നു ഓസ്ട്രിയ വിജയിച്ചത്. അപ്പോൾ മത്സരത്തിൽ വിജയിച്ചതോടുകൂടി ഓസ്ട്രിയ ഗ്രൂപ്പ് ഡിയിലെ 1ാം സ്ഥാനക്കാരായിട്ടാണ് പ്രീ ക്വാർട്ടർ ഉറപ്പിച്ചിട്ടുള്ളത്. 3 മത്സരങ്ങളിൽ 6 പോയിൻ്റാണ് ഓസ്ട്രിയയ്ക്കുള്ളത്. നെതർലാൻഡ്സിന് വേണ്ടി 47-ാം മിനിറ്റിൽ കോഡി ഗാക്പോയും 75-ാം മിനിറ്റിൽ ഡിപ്പയും ആയിരുന്നു സ്കോറർമാർ. ഓസ്ട്രിയയുടെ ഗോൾ സ്കോർ കാർഡിലേക്ക് വരുവാണെങ്കിൽ നെതർലാൻഡ്സിൻ്റെ ഡിഫൻഡർ മാലൻ്റെ ഒരു സെൽഫ് ഗോളുണ്ട്. 6-ാം മിനിറ്റിൽ നേടിയ ഒരു സെൽഫ് ഗോൾ ഓസ്ട്രിയയുടെ അക്കൗണ്ടിലുണ്ട്. ഒപ്പം 59-ാം മിനിറ്റിൽ ഷിമിഡും 80-ാം മിനിറ്റിൽ സബിറ്റ്സറുമായിരുന്നു ഓസ്ട്രിയയുടെ സ്കോറർമാർ. അങ്ങനെ ഗ്രൂപ്പ് ഡിയിലെയും യൂറോ കപ്പിൻ്റെ പ്രീ ക്വാർട്ടർ നമ്മൾ അറിഞ്ഞിരിക്കുകയാണ്. ഓസ്ട്രിയയും ഫ്രാൻസുമാണ് ഗ്രൂപ്പ് ഡിയിൽ നിന്നും യൂറോ കപ്പ് 2024 പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറിയ ടീമുകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.